ഹായ് സ്റ്റുഡൻസ്, ഞാൻ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റാണ് ഈ തേർഡ് സെമസ്റ്ററിൽ എടുക്കുന്നത്. ആ സബ്ജക്റ്റിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ഒന്നുകൂടെ ഈ ട്രാൻസിസ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അതായത് ട്രാൻസിസ്റ്റർ ഈസ് എ 3 terminal 2 junction device. It can be used in amplifier, switch and oscillator circuits. അതായത് ഈ അപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ മൊഡ്യൂളും ഇതൊക്കെയാണ് കവർ ചെയ്യുന്നത്. ഈ ട്രാൻസിസ്റ്റേഴ്സ് 2 ടൈപ്പ് ഉണ്ട്: ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആൻഡ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പലാണ് ഇടതുവശത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ FETൻ്റെ സിമ്പലാണ് ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത്. അഗെയിൻ, ഈ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആർ 2 types: PNP ട്രാൻസിസ്റ്റർ ആൻഡ് NPN ട്രാൻസിസ്റ്റർ. ഈ PNP ട്രാൻസിസ്റ്ററും NPN ട്രാൻസിസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അതിൻ്റെ സിമ്പലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് എമിറ്ററിൻ്റെ ആരോ മാർക്ക് ടുവേർഡ്സ് ദി ട്രാൻസിസ്റ്ററാണ് PNP ട്രാൻസിസ്റ്ററിൽ, ആൻഡ് NPN ട്രാൻസിസ്റ്ററിലാണെങ്കിൽ ഈ എമിറ്ററിൻ്റെ ബേസിൻ്റെ ഇടയ്ക്കുള്ള ഈ ആരോ മാർക്ക് എവേ ഫ്രം ദ ട്രാൻസിസ്റ്ററാണ്. എന്ന് പറഞ്ഞാൽ എമിറ്റർ കറൻറ്റ് PNP ട്രാൻസിസ്റ്ററിലേക്കാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ എമിറ്റർ കറൻറ്റ് NPN ട്രാൻസിസ്റ്ററിൽ ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 3 കറണ്ട് ഉണ്ട്: ബേസ് കറൻറ്റ്, കളക്ടർ കറൻറ്റ് ആൻഡ് എമിറ്റർ കറൻറ്റ്. നേരെ ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ BJT ഹാസ് 3 terminals ആണ്: ബേസ്, കളക്ടർ ആൻഡ് എമിറ്റർ. അതേപോലെ തന്നെ ഇതിന് 2 ജംഗ്ഷനാണുള്ളത്: ബേസ് എമിറ്റർ ജംഗ്ഷൻ ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ. രണ്ട് ജംഗ്ഷൻസ് ആണുള്ളത്. അതുപോലെ തന്നെ 3 കറൻറ്റാണ് ഒരു ട്രാൻസിസ്റ്ററിലുള്ളത്: ബേസ് കറൻറ്റ് IB, കളക്ടർ കറൻറ്റ് IC ആൻഡ് എമിറ്റർ കറൻറ്റ് IE. ഇവ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ടോട്ടൽ എമിറ്റർ കറൻറ്റ് എന്ന് പറയുന്നത് ബേസ് കറൻറ്റും കളക്ടർ കറൻറ്റും കൂടിയുള്ള സമ്മായിരിക്കും എമിറ്റർ കറൻറ്റായിട്ട് ഫ്ലോ ചെയ്യുന്നത്. NPN ട്രാൻസിസ്റ്ററിൽ ഈ എമിറ്റർ കറൻറ്റ് എവേ ഫ്രം ദ ട്രാൻസിസ്റ്ററിന് പുറത്തേക്കാണ് എമിറ്റർ കറൻറ്റ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ബേസ് കറൻറ്റും കളക്ടർ കറൻറ്റും ട്രാൻസിസ്റ്ററിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ട്രാൻസിസ്റ്ററിൽ ജംഗ്ഷനിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. എമിറ്റർ കറൻറ്റ് ട്രാൻസിസ്റ്ററിന് പുറത്തേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ടോട്ടൽ എമിറ്റർ കറൻറ്റ് എന്ന് പറയുന്നത് IE = IC + IB ആയിരിക്കും. ട്രാൻസിസ്റ്ററിൽ നമുക്കറിയാം 3 terminals ഉണ്ട്: എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. ഈ 3 terminalൽ ഒരു ടെർമിനൽ നമുക്ക് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആക്കി വെക്കാൻ പറ്റും. നമുക്കറിയാം, ഒരു സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു ഡിവൈസിൽ നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് ടെർമിനലും വേണം, നെഗറ്റീവ് ടെർമിനലും വേണം. അതേപോലെ തന്നെ ഒരു സിഗ്നൽ നമ്മൾ ഡിവൈസിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണെങ്കിലും പോസിറ്റീവ് ടെർമിനലും വേണം, നെഗറ്റീവ് ടെർമിനലും വേണം. അങ്ങനെ 4 ടെർമിനൽ ആവശ്യമുണ്ട്. നേരെ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ ഇൻപുട്ട് ഡിവൈസായിട്ടും ഔട്ട്പുട്ട് ഡിവൈസായിട്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടെർമിനൽ നമുക്ക് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആക്കി വെക്കാൻ പറ്റും. അങ്ങനെ ആവുമ്പോൾ 3 കോൺഫിഗറേഷൻസ് പോസിബിളാണ്: കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആൻഡ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. കോമൺ ബേസ് കോൺഫിഗറേഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബേസ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിരിക്കും. ബേസ് ടെർമിനൽ ഇൻപുട്ടിന്
കോമൺ ആയിരിക്കും. അതേപോലെ തന്നെ ബേസ് ഔട്ട്പുട്ടിനും കോമൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ബേസ് ആയിരിക്കും കോമൺ ടെർമിനൽ. അതുപോലെ ഇൻപുട്ട് കറൻറ്റ് എന്ന് പറയുന്നത് ഐ ആണ്, ഔട്ട്പുട്ട് കറൻറ്റ് ഐ സി ആണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു ബേസ് ആയിരിക്കും ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടാവുക, അതായത് വി ബി. ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് അഗെയിൻ വിത്ത് റെസ്പെക്റ്റ് ടു ബേസ് ആയിരിക്കും വി സി ബി. കളക്ടർ വോൾട്ടേജ് വിത്ത് റെസ്പെക്റ്റ് ടു ബേസ് വോൾട്ടേജ്. ഇതിൽ കോമൺ ബേസ് കോൺഫിഗറേഷനിലുള്ള കറൻറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറൻറ്റ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറൻറ്റ്. ഇനിയിപ്പോൾ വോൾട്ടേജ് ഗെയിനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അഥവാ പവർ ഗെയിനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ. കോമൺ ബേസ് കോൺഫിഗറേഷൻ്റെ കറൻറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറൻറ്റ് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറൻറ്റ് എന്ന് പറയുന്നത് ഐ സി ഡിവൈഡ് ബൈ ഐ ഇ ആയിരിക്കും. അത് നമുക്ക് ആൽഫ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് നോക്കുന്നതെങ്കിൽ എമിറ്റർ ടെർമിനൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആക്കി വെച്ചിരിക്കുകയാണ്. എമിറ്റർ ടെർമിനലിൽ കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനലായിരിക്കും. ഇവിടെ ഇൻപുട്ട് കറൻറ്റ് ഐ ബി ആണ്, ഔട്ട്പുട്ട് കറൻറ്റ് ഐ സി ആണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എമിറ്റർ വിത്ത് റെസ്പെക്റ്റ് ടു എമിറ്റർ ആയിരിക്കും ഇൻപുട്ട് വോൾട്ടേജ്. ബേസിലുള്ള വോൾട്ടേജ് വിത്ത് റെസ്പെക്റ്റ് ടു എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് വി ബി ഇ ആയിരിക്കും ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി സി ഇ ആയിരിക്കും, എന്ന് പറഞ്ഞാൽ കളക്ടർ വോൾട്ടേജ് വിത്ത് റെസ്പെക്റ്റ് ടു എമിറ്റർ. ഇവിടെ കറൻറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറൻറ്റായ ഐ സി ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറൻറ്റായ ഐ ബി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഗെയിൻ ഈക്വൽ ടു ഐ സി ഡിവൈഡഡ് ബൈ ഐ ബി ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ ബീറ്റ. ഇനിയുള്ളത് കോമൺ കളക്ടർ കോൺഫിഗറേഷനാണ്. അഗെയിൻ ഇവിടെ നമ്മൾ കളക്ടറായിരിക്കും ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും കളക്ടർ ടെർമിനൽ ഗ്രൗണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബേസ് ടെർമിനൽ ഇൻപുട്ട്, ദെൻ എമിറ്റർ ടെർമിനൽ ഔട്ട്പുട്ടായിട്ടുമാണ് വെക്കുന്നത്. എന്നാൽ ബേസ് കറൻറ്റ് ഇൻപുട്ട് കറൻറ്റ്, ഔട്ട്പുട്ട് കറൻറ്റായിട്ട് വരുന്നത് എമിറ്റർ കറൻറ്റാണ്. നേരെ വിത്ത് റെസ്പെക്റ്റ് ടു കളക്ടർ ആയിരിക്കും ഇൻപുട്ട് വോൾട്ടേജ് എടുക്കുക. അതുകൊണ്ട് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ബി സി ആയിരിക്കും. അതേപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഇ സി ആണ്. ദെൻ ഇവിടെ നമ്മൾ കറൻറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറൻറ്റ് ഐ ഇ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറൻറ്റ് ഐ ബി ആയിരിക്കും. അതായത് ഐ ഇ ഡിവൈഡഡ് ബൈ ഐ ബി ആണ്. ദെൻ ഈ കറൻറ്റ് ഗെയിൻ നമുക്ക് ഗാമ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കിനി കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻപുട്ട് കറൻറ്റിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് തരുന്നത്. അതായത് ഇറ്റ് ഗിവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ വി ബി ഇ ആൻഡ് ഐ ബി. വി ബി ഇ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ്, ഐ ബി എന്ന് പറയുന്നത് ഇൻപുട്ട് കറൻറ്റ്. നമുക്കറിയാം ഇൻപുട്ട് ജംഗ്ഷനാണ്, നമുക്ക് രണ്ട് ജംഗ്ഷൻ ഉണ്ട്, ബേസ് എമിറ്റർ ജംഗ്ഷൻ ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ. അതായത് ഇൻപുട്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത് പി എൻ ജംഗ്ഷനാണ്, അത് ബേസ് എമിറ്റർ ജംഗ്ഷൻ ആയിരിക്കും. ഈ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ നമ്മൾ ഒരു ഡയോഡായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. അന്നേരം നമ്മൾ ഒരു കുറഞ്ഞ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ, കാരണം 0.1 വോൾട്ട്, 0.2 വോൾട്ട്, 0.3 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ജംഗ്ഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കണ്ടക്ട് ചെയ്യുന്നില്ല, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. എന്നാൽ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു 0.6 വോൾട്ടേജിനേക്കാളും കൂടുതൽ വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുള്ളൂ. അതുവരെ ഭയങ്കര കുറഞ്ഞൊരു വളരെ മൈന്യൂട്ടായിട്ടുള്ള കറണ്ട് ഫ്ലോ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അന്നേരം ആ ഒരു 0.6 വോൾട്ടേജ് വരെ ദർ ഇസ് നോ കറണ്ട് ത്രൂ ദി പി എൻ ജംഗ്ഷൻ. സോ അതുവരെ കറണ്ട് ഇല്ല.
ഈ 0.6 വോൾട്ടേജിന് ശേഷം എന്ത് ചെയ്യുക വെച്ചാൽ ഈ പി എൻ ജംഗ്ഷൻ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ പിന്നെയും വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ കറണ്ട് നല്ലോണം കൂടും, അതേസമയം വോൾട്ടേജ് ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ വോൾട്ടേജ് കുറഞ്ഞിട്ട് കറണ്ട് വളരെ കൂടുതലാണെങ്കിൽ ഈ പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ഈ ജംഗ്ഷനിലുണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കാരണം ബിലോ 100 ആയിരിക്കും ഈ ഫോർവേഡ് ബയാസിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ നമുക്ക് ഡിഫറൻറ്റ് വോൾട്ടേജിൽ ഔട്ട്പുട്ട് നമ്മൾ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരക്കുന്നത് കറസ്പോണ്ടിങ് ടു ദി കോൺസ്റ്റൻ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഡിഫറൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ നമുക്ക് ഡിഫറൻറ്റ് ഇൻപുട്ട് വരയ്ക്കാൻ പറ്റും. അന്നേരം ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഡിഫറൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുന്തോറും ഈ ഗ്രാഫ് ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ അടുത്തത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിസ്റ്റർ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഇറ്റ് ഗിവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് കറൻറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ബേസ് കറൻറ്റ് ഓർ ഇൻപുട്ട് കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഔട്ട്പുട്ട് കറൻറ്റിലുണ്ടാവുന്ന മാറ്റങ്ങളാണ് ഇവിടെ കാണുന്നത്. നേരെ ഇതിൽ എലോങ് എക്സ് ആക്സിസ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജും എലോങ് വൈ ആക്സിസ് നമ്മൾ കളക്ടർ കറൻറ്റുമാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിന് 3 റീജിയൻ ഉണ്ടാവും: സാച്ചുറേഷൻ റീജിയൻ, ആക്റ്റീവ് റീജിയൻ ആൻഡ് കട്ട് ഓഫ് റീജിയൻ. അതായത് ഇതിൽ നമുക്ക് സാച്ചുറേഷൻ റീജിയനിൽ നമ്മൾ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയിരിക്കണം, അതേപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആയിരിക്കണം. ഈ 2 ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ ഒരു ഓൺ സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ റീജിയനിലെ ട്രാൻസിസ്റ്റർ നമുക്കൊരു ഓൺ സ്വിച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം കട്ട് ഓഫ് റീജിയനിലാണെങ്കിൽ 2 റീജിയണും റിവേഴ്സ് ബയാസ് ആയിരിക്കണം, അല്ലെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഓപ്പൺ ആയിരിക്കണം, ഒരു കറൻറ്റും ഫ്ലോ ചെയ്യാൻ പാടില്ല. ആ ടൈമിൽ ട്രാൻസിസ്റ്റർ ഒരു ഓഫ് സ്വിച്ചായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അന്നേരം കട്ട് ഓഫ് റീജിയനിൽ നമുക്ക് ട്രാൻസിസ്റ്ററിന് ഒരു ഓഫ് സ്വിച്ചായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ സാച്ചുറേഷൻ റീജിയനിലും കട്ട് ഓഫ് റീജിയനിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ സ്വിച്ചായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അതേസമയം നമ്മളൊരു ആംപ്ലിഫയർ ആയിട്ടാണ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലായിരിക്കണം വർക്ക് ചെയ്യിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ആക്റ്റീവ് റീജിയനിൽ നമ്മൾ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യിക്കുന്നത്? ഇത് നമുക്ക് ഈ ക്യാര കാണുന്നേരം തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ വോൾട്ടേജ് 5 വോൾട്ടേജ്, 10 വോൾട്ടേജ്, 15 വോൾട്ടേജ്, 20 വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂട്ടുന്ന സമയത്ത് കളക്ടർ വോൾട്ടേജിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. കളക്ടർ വോൾട്ടേജ് ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും കളക്ടർ കറൻറ്റ്. അന്നേരം ഈ കളക്ടർ കറൻറ്റ് ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള റെസിസ്റ്റൻസ് വളരെ വളരെ കൂടുതലായിരിക്കും. കിലോ ഓം റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും ഈ ജംഗ്ഷനിൽ ഉണ്ടാകും. എന്നാൽ ഔട്ട്പുട്ട് റീജിയനിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അതേസമയം നമ്മൾ നേരത്തെ കണ്ടു ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതേസമയം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ട്രാൻസിസ്റ്ററിനെ ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം. എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ ലോ റെസിസ്റ്റൻസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഹൈ റെസിസ്റ്റൻസ് റീജിയനിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അങ്ങനെയാണ് അവിടെ ഒരു ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് നമ്മൾ സാധാരണ
ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ പ്രോപ്പർട്ടി, ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടിയും നല്ല രീതിയിൽ ഓഫർ ചെയ്യുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. അന്നേരം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. അതായത് നിങ്ങൾ പഴയ സെക്കൻഡ് സെമസ്റ്ററിലുള്ള ലാസ്റ്റ് മൊഡ്യൂൾ ട്രാൻസിസ്റ്ററിൻ്റെ മൊഡ്യൂൾ നല്ലോണം ഒന്നും കൂടി പഠിച്ചിട്ട് വേണം ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിലേക്ക് നിങ്ങൾ പോകാൻ. അതുകൊണ്ട് ഒന്നുകൂടി ആ പോർഷൻസ് പഴയ നോട്ട്സ് എല്ലാം എടുത്തിട്ട് ഒന്നും കൂടി ആ പോർഷൻസ് എല്ലാം നല്ലോണം ഒന്നും കൂടി വായിച്ചിട്ട് വരിക. അതുപോലെ തന്നെ ഈ നോട്ട്സും ഒന്ന് പുതിയ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൻ്റെ നോട്ട്സിലേക്ക് ഈ കാര്യങ്ങളെല്ലാം ഈ സ്ലൈഡ് വെച്ചിട്ട് നിങ്ങൾ ഓരോ സ്ലൈഡായിട്ട് അതിലുള്ള എല്ലാ പോയിൻറ്റ്സും മാർക്ക് ചെയ്ത് വെക്കുക. അതുകൂടാണ്ട് ഞാൻ ഇതിൽ 1-2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒരു ബുക്കിൽ എഴുതിയിട്ട് പേരും റോൾ നമ്പർ എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരണം. എന്നാൽ അസൈൻമെൻറ്റിൽ 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. കറൻറ്റ് ഇക്വേഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ, ഡിഫൈൻ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, then define beta of a transistor. Then okay, thank you.